السلام عليكم ورحمة الله وبركاته. حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن شاء الله നമുക്ക് സൂറത്തുൽ മുൽക്കിൻ്റെ മൂന്നാമത്തെ ആയത്ത് ഓതാം. أعوذ بالله من الشيطان الرجيم. الذي خلق سبع سماوات طباقا. അല്ലദീ നമ്മളിവിടെ ഫതഹയാണ് പറഞ്ഞിട്ടുള്ളത്, ഹംസത്തുൽ വസ്ലാണ് കാണുന്നത്. നമുക്കറിയാം ഹംസത്തുൽ വസ്ലിന് അല്ലിലാണെങ്കിൽ നമ്മൾ ഫതഹ, അതായത് ഇല്ലദീന്നോ അല്ലെങ്കിൽ ഉല്ലദീന്നോ ഒന്നും നമ്മൾ പറയൂല. അപ്പം ഹംസ പറഞ്ഞ് ഫതഹ പറഞ്ഞ് ലൈറ്റാക്കി ഹംസനെ. അല്ല ലാമ് ലൈറ്റാണ്. അല്ലദീ രണ്ട് ഹർക്ക നീട്ടണം. ഓക്കെ, ഇതിപ്പോൾ മദ്ദക്ഷരം പറയാണ്ടൊന്നും നമ്മൾ പോകാൻ പാടില്ല. മദ്ദക്ഷരം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അതിൽ ലഹൻ ജലീൽ വരും. മദ്ദക്ഷരത്തിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖ, ഖ ഹെവിയാക്കുക, ലാമ് ലൈറ്റാക്കുക, ഖാഫ് ഹെവിയാക്കുക. ഈ ഖാഫെല്ലാം ചില ആൾക്കാർ പറയുക ഖാന്ന്, ഖലഖ. അതെന്ന് വെച്ചാൽ മഖ്റജ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ തഫ്ഖീം ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് വന്നത്. അതായത് നമ്മൾ ആ സൗണ്ടിനെ ഹോൾഡ് ചെയ്ത് വെക്കണം നാവിൽ. ഓ വ്യത്യാസമില്ലേ? ഖലഖ ഖലഖ, സൗണ്ട് വ്യത്യാസം. തഫ്ഖീം ചെയ്യുമ്പോൾ സൗണ്ട് മാറും. ഖലഖ സബ്അ, സീനിന് ലൈറ്റാക്കുക, സീനിന് ഫതഹ കൊണ്ട് ക്ലിയർ ആയിട്ട് പറയുക. ബാക്ക് സുക്കൂനാണ്. സബ്, അത് സബ എന്നുള്ള രീതിയിൽ ഫതഹ പോലെ പറയാനും പാടില്ല. സബ് സബ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് തീരെ പോകാത്ത രീതിയിലും പറയാൻ പാടില്ല. ഓക്കെ, പിന്നെ അയിന് തൊണ്ടൻ്റെ നടുക്കുന്ന് വരുന്ന അക്ഷരമാണ്. ഞെരുക്കി പറയാണ്ട് ശ്രദ്ധിക്കുക, എന്നാലേ ക്ലിയർ ആയിട്ട് പുറത്ത് വരൂ. സബ് ആ, ഈസിയാണ്. നമ്മൾ തൊണ്ടനെ കൂളാക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി. സബ് ആ സമവാത്തിൻ, സീന് ലൈറ്റാണ്. സ, മീമ് ലൈറ്റാണ്. സ മ വ, ചുണ്ട് റൗണ്ടാക്കി പറയുക. സമവാത്തിൻ, യഖ്ഫ ഹെവിയാണ്. തൻവീനിന് ശേഷം യഖ്ഫൻ്റെ ലെറ്ററാണ് വന്നിട്ടുള്ളത്. ഓ, സമവാത്തിൻ. പിന്നെ ബ ലൈറ്റാക്കുക, ബ രണ്ട് ഹർക്ക നീട്ടുക. അതേപോലെ ഖാഫും ഹെവിയാക്കുകയും ചെയ്യണം. മാത്രമല്ല ഇവിടെ തൻവീൻ ഫതഹത്തൈനാണ് ഉള്ളത്. ഇവിടുത്തെ റൂള് മദ്ദുൽ ഐവദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂളാണ്. അതായത് തൻവീൻ ഫതഹത്തയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം രണ്ട് ഹർക്ക നീട്ടിയിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. ത്വയ്ബഖോ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ത്വയ്ബഖോ, ഒരു ഹാ സൗണ്ട് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ ത്വയ്ബഖോ, അതായത് ഹംസക്ക് സുക്കൂന് വന്നാൽ നമ്മളൊരു സ്റ്റോപ്പ് വോക്കൽ കോഡ് ക്ലോസ് ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ത്വയ്ബഖോ പറഞ്ഞിട്ട്. ഇത് ഓപ്പൺ എയറിൽ, അതായത് മദ്ദക്ഷരം അങ്ങനെയാണല്ലോ, വായുവിൽ ലയിക്കണം. ത്വയ്ബഖോ, അതങ്ങ് ലയിച്ചങ്ങ് പോട്ടെ. ഓക്കെ, മേ തെറോ, മേ ലൈറ്റാക്കി. മേ തെറോ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. ഇവിടെയുള്ള ചിഹ്നത്തിൻ്റെ പേര് സുലി എന്നാണ്. ഈ സുലിയിൽ നമുക്ക് പിന്നെ കൂട്ടി ഓതലാണ് ഉത്തമം, പക്ഷെ സ്റ്റോപ്പ് ചെയ്യുന്നതിനും തെറ്റില്ല. ഓക്കെ, തേലായിട്ടാണ് റോ ഹെവിയാക്കുക. തേ റോ രണ്ട് ഹർക്ക നീട്ടി. ഫീ ഖൽഖി, ലാമിൻ്റെ സുക്കൂന്, ലാമിന് സുക്കൂന് വരുന്ന സമയം ശ്രദ്ധിക്കണം. അതായത് ഖൊല് ഖൊല് ആ രീതിയിൽ പറയാൻ പാടില്ല. പിന്നെ ചില സമയം തീരെ അതിന് തവസ്സു ടൈം കൊടുക്കണം. എന്തായാലും തീരെ ടൈം കൊടുക്കാണ്ടും പോകാൻ പാടില്ല. ഖൽഖി, ഈ ഖാഫിന് കെസ്റ വന്നു കഴിഞ്ഞാൽ ഖൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലല്ല പറയുക. ഖൈ ഖൈ. ഓക്കെ, നാവിൻ്റെ ബാക്ക് സൈഡൊന്നും ഉയർത്തണ്ട അധികം. ഖൽഖി ഖൽഖി റഹ്മാനി, റോക്ക് ശബ്ദമുണ്ട്. കുറേ വരണ്ട, പക്ഷേ തീരെ ഇല്ലാണ്ടും നിൽക്കണ്ട. അതായത് ഒരു ആ ടൈപ്പ് ഖൽഖി റഹ്മാനി ആ ഒരു രീതിയിൽ പറയാൻ പാടില്ല. റോൻ്റെ മഖ്റജിലേക്ക് ശരിക്കും നാവ് കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്യട്ടെ. ഓക്കെ, അതായത് നമ്മൾ നാവിനെ ഈ തിക്രാർ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഈ ശ്രദ്ധയിൽ എന്തായാലും കുറച്ച് കാണിക്കും. അത് ഖൽഖിർ റഹ്മാനി, ഹാക്ക് അഹ് എന്നിട്ട് ആ കാറ്റ് പോകണം. ഹംസിൻ്റെ ക്വാളിറ്റി കൊടുക്കണം, എന്നാലേ കേക്കും പുറത്തേക്ക്. റൊഹ് അല്ലാണ്ട് റഹ്മാനി റൊഹ് റൊഹ് എന്നിട്ട് ആ അതിൻ്റെ കാറ്റ് പുറത്ത് പോകാണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ആ ഒരു അഹ് എന്നുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് ശരിക്കും കേൾക്കാത്ത രീതിയിൽ ഓതാൻ പാടില്ല. റഹ്മാനി
ലൈറ്റ് ആക്കണം. ഓക്കെ, 2 ഹർക്ക നീട്ടി. റഹ്മാനി മിൻത. ഇഖ്ഫ ചെയ്യുമ്പോൾ മിൻത ആ നൂനിൻ്റെ മഖ്റജിൽ നാവ് ടച്ച് ചെയ്യാൻ പാടില്ല. മിൻത ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. എന്നിട്ട് താലേക്കാണ് നമ്മൾ വരുന്നത്. ലൈറ്റിൽ ഇട്ടാണ്. അപ്പോൾ ലൈറ്റ് ഇഖ്ഫയാണ്. വാന ദൊമ്മ, അല്ലാണ്ട് ഒരു ഊവ പറയുന്ന പോലെ തെഫാ ഉത്ത്. ചില ആൾക്കാർ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. പറയുന്ന പോലെ അല്ല. പിന്നെ അച്ച് എന്ന് പറഞ്ഞിട്ട് താക്ക് ആ ഹംസിൻ്റെ ക്വാളിറ്റി കൊടുക്കണം. അന്നേരം ആ ഒരു സൗണ്ട് വരും. അച്ച്. തെഫാവുത്ത്. ഫർജിഇൽ ബസ്റ ഹൽ തറാ മിൻ ഫുതൂർ. ഫർജിഇൽ ലൈറ്റാണ്. റോക്ക് അതിൻ്റെ ആ ഒരു തവസ്സു ടൈം കൊടുക്കുക. ഓക്കെ, ഫർജിഇൽ. ജീമിൻ്റെ അല്ല കെസ്ര ശരിക്ക് പറയാം, ഐനിൻ്റെതും. ഇല്ലിന് അതേപോലെ ആ തവസ്സു ടൈം ശരിക്കും കൊടുക്കുക. ബ ലൈറ്റാണ്. സ്വാദ് ഹെവിയാണ്. ബ സോ റോ. സ്വാദും റോയും, റോക്ക് ഫതഹ വന്നുകൊണ്ട് റോനെ നമ്മൾ ഹെവിയാക്കി പറയുക. ബ സോ റോ ഹൽ തറോ. ഹ പറയുന്ന സമയം മഖ്റജ് ശ്രദ്ധിക്കുക. ഇൽ ഹൽ ത ലൈറ്റാക്കി. തറോ റോ ഹെവിയാക്കി. ഹൽ തറോ മിൻ ഫു. ഇവിടെ ഒരു ഇഖ്ഫ ഉണ്ട്, അത് ചെയ്യുക. പിന്നെ തോ ഹെവിയാണ്. മിൻ ഫുതൂർ. ഇറിൽ സ്റ്റോപ്പ് ചെയ്ത് ഹെവിയാക്കി സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഓതി നോക്കാം. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. next. ثم ارجع البصر. സാലായിട്ടാണ്. മീമ് ഗുന്ന ഉണ്ട്. സുമ്മർ. ഇവിടെയുള്ള ഹംസത്തുൽ വസ്ൽ നമ്മൾ പറയൂല. സുമ്മർജിഇൽ. ജീമിൻ്റെ കെസ്ര പറഞ്ഞ് ഐനിൻ്റെ കെസ്ര പറയുക. ഇല്ലിന് ടൈം കൊടുക്കുക കറക്റ്റായിട്ടുള്ള. സുമ്മർജിഇൽ ബസ്വറ. ബ ലൈറ്റാണ്. സ്വാദ് റോ ഹെവി. ബസ്വറ കർറതൈനി. ക ലൈറ്റ് റോ ഹെവി. ലൈറ്റ്. കർറതൈനി. യൻഖലിബ്. ഇവിടെ ന്യൂനുസാക്കിന് ശേഷം ഖാഫാണ് വന്നത്. അപ്പം ഹെവി ഇഖ്ഫ. യൻഖലിബ്. ബ് ഇത് നമ്മൾ ബൂ പോലെ ദൊമ്മ പോലെ പറഞ്ഞു പോകണ്ട. യൻഖലിബ് ഇലൈക്കൽ. ഇവിടെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹംസനെ ക്ലിയർ ആക്കി പറയാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരു യാക്ക് ഫതഹ ഇട്ട പോലെ പറയാൻ പാടില്ല. പറയുമ്പം വോക്കൽ കോഡിന് ശക്തി കൊടുത്തിട്ട് പറയുക. അല്ലാണ്ട് ശക്തിയില്ലാത്തപ്പോൾ ഒരു ജൗഫെന്ന് പോയിട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല. ജൗഫല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് വോക്കൽ കോഡ് തന്നെയാണ്. ഇലൈക്കൽ ബസ്വറു. ലാമിനെല്ലാം ലൈറ്റാക്കി പറയാം. ഇലൈക്കാന്ന് ഹെവിയാക്കി പോണ്ട. കെ ലൈറ്റാണ്. ഇലൈക്കൽ ബസ്വറു. ബ ലൈറ്റാണ്. സ്വാദ് ലൈറ്റാണ്. സ്വാദ് ഹെവിയാണ്. ബ സോ റു ഹെവി. ഖോസി എൻ. ഖോ ഹെവിയാക്കുക. ഖോസി വ. തൻവീന് ശേഷം വാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന നാഖിസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഖോസി വ. അതായത് ഇവിടെ ഗുന്നയും നാഖിസാണ്, ഇദ്ഗാമും നാഖിസാണ്. അതായത് നമ്മുടെ വായയിലൂട്ടിയും സൗണ്ട് പോകുന്നുണ്ട്. ഗുന്ന നമ്മുടെ ഖൈഷൂമിലൂട്ടേയും സൗണ്ട് പോകും. 50-50 ആണ്. അതുകൊണ്ടാണ് ഇദ്ഗാം ബിഗുന്ന നാഖിസ് എന്ന് പറയുന്നത്. രണ്ടും പകുതി പകുതിയാണ്. ഓക്കെ. ഖോസി വഹുവ. വാവിൻ്റെ ചുണ്ടെല്ലാം നല്ലോണം റൗണ്ടാക്കി പറയാം. വഹുവ ഹസീൻ. ഞാൻ ഇതിൽ യൂട്യൂബിൽ തന്നെ മലയാളത്തെ ജീവിത ക്ലാസ് തൊട്ട് ഇദ്ഗാമിൻ്റെ ക്ലാസ്സിൽ
ഞാൻ അത് പറഞ്ഞേരം തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് ഞാൻ അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഗുന്ന ഇദ്ഗാം കംപ്ലീറ്റ് ഉണ്ട്, ഗുന്ന പകുതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഇദ്ഗാം ബിഗുന്ന നാഖിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ഗാമും ഗുന്നയും നാഖിസാണ്, പകുതിയാണ്, പകുതിയാണ് രണ്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഓതാം. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അപ്പോൾ 4 ആയത്ത് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.